ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതായത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ജനറലായിട്ട് സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. അത്രയും കേസൊന്നും മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. നമുക്കിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് 17,081, അത് 17,081 കിലോമീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയാണ്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ അടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, റീസെറ്റ് ആകാം നമുക്ക്. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് ടയറായാലും പുതിയ ടയറാണ്, ഹബ്ബിന് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തത് നല്ല ഓയിലാണ്. പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഗിയർ ഓയിൽ ലീക്കേജ് ആരംഭമാണ്, കാര്യമായ രീതിയിലേക്ക് വന്നിട്ടില്ല. നമുക്ക് അടുത്ത സർവീസിൽ ചെക്ക് ചെയ്യാം. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ അടുത്ത സർവീസിൽ അത് അഴിച്ച് ഓയിൽ സീൽ മാറ്റിയിടാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ് പറഞ്ഞത്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, രണ്ട് കേബിളുകളും കുഴപ്പമില്ല. കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഓവർഫ്ലോ ലീക്കേജോ അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളോ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷൊക്കെ ഡാമേജാണ്, മൊത്തം ചതഞ്ഞ് പോയേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷൊന്ന് മാറ്റിയിട്ടേക്കാം. ബ്രേക്ക് കേബിളൊക്കെ നല്ല കേബിളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് ലൈനറാണത്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. സെൽഫ് എടുക്കാത്ത കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 12 കാണിക്കുന്നുണ്ട്, 12.7 കാണിക്കുന്നുണ്ട്. പക്ഷേ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 5.92 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ബാറ്ററി ചാർജ് ചെയ്താൽ പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ. കാരണം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ 1-2 ദിവസം, ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കിട്ടിയെന്ന് വരും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും കയറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ബാറ്ററി മാറ്റി വയ്ക്കുക, അതാണ് അതിന് പോകാൻ വഴിയുള്ളൂ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ വരും, ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും വരും. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഈ ഗ്രീൻ ബുഷും അതിൻ്റെ കോളർ, ഈ ലിങ്കിൻ്റെ കോളർ ബുഷ് വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസൊക്കെയാണ് ബാക്കിത്തെ വർക്ക് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളൂ. ഏകദേശം ഒരു 6:30 ആവും കേട്ടോ. 6-7 മണിയാവും തീരുമ്പോഴത്തേക്കും. ഓക്കെ.